ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ വിശുദ്ധ ദിവസം, പ്രത്യേക ഈ മാസത്തിൻ്റെ അവസാന സൺഡേയിൽ ദൈവസന്നിധിയിൽ കടന്നു വരുവാനും ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കടന്നുവരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും, പ്രത്യേകിച്ച് ദൈവദാസനും ക്രിസ്തുയേശുവിലുള്ള എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഒരിക്കലൂടെ നിങ്ങളുടെ മുൻപിൽ ദൈവത്തിൻ്റെ വചനവുമായി നിൽപ്പാൻ കർത്താവിനെ ബലപ്പെടുത്തിയതിനായി, നിലനിർത്തിയതിനായി ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നിവിടെ ഇങ്ങനെ കടന്നു വരണമെന്ന് നമ്മളൊന്നും പ്രതീക്ഷിച്ചാൽ നമുക്കറിയില്ലായിരുന്നു കടന്നു വരാൻ കഴിയുമായിരുന്നോ, എങ്ങനെയാകുമെന്നൊക്കെ. പക്ഷേ നടത്തിയ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ നിർണയപ്രകാരം ഇന്ന് വിശുദ്ധ ആലയത്തിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കണം എന്നുള്ളത് കർത്താവ് നമുക്ക് നിശ്ചയിച്ചതായ സമയമാണ്. നമ്മുടെ കഴിവ് കൊണ്ടോ മിടുക്കൊണ്ടോ നമ്മൾ കടന്നു വന്നതല്ല, കർത്താവ് നമ്മളെ ഇവിടെ കൊണ്ടുവന്നതാണ്. കൊണ്ടുവന്നെങ്കിൽ ആ കൊണ്ടുവന്ന കർത്താവിനൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യപ്രാപ്തി എന്ന് പറഞ്ഞാൽ കർത്താവിനെ ആരാധിക്കുന്നവരായിരിക്കണം അവൻ്റെ മക്കളെന്നുള്ളതാണ്. ഞാനിവിടെ സങ്കീർത്തനം ഇങ്ങനെ ശുശ്രൂഷിക്കണം ദൈവത്തിൻ്റെ ദാസം പറഞ്ഞു കഴിഞ്ഞപ്പം മനസ്സിൽ കൂടെ ഒത്തിരി ചിന്തകൾ കടന്നു വന്നു. ഏത് സങ്കീർത്തനം പറയും, എങ്ങനെ പറയും, ആകപ്പാടെ പിന്നെ അങ്ങ് ഒരു സ്വസ്ഥത നഷ്ടപ്പെടുന്ന അവസരമായിരുന്നു. അന്നേരമെല്ലാം എൻ്റെ മനസ്സിൽ വന്നു 119 സങ്കീർത്തനം. കാരണം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ഒരു ദിവസം ഞാനിവിടെ സംസാരിച്ചിരുന്നു. ഒരു സങ്കീർത്തന ഭാഗത്ത് ഞാനിവിടെ സംസാരിക്കാൻ കർത്താവ് എനിക്ക് സമയം തന്നിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു 119, എൻ്റെ മനസ്സിൽ ഇത് തന്നെ വന്നുകൊണ്ടിരുന്നു, 119 സങ്കീർത്തനത്തിൽ നിന്ന് സംസാരിക്കാൻ. പക്ഷേ ഞാനിത് പല ആവർത്തി വായിച്ചു നോക്കിയിട്ടും ഇതിനകത്തുനിന്ന് ഒന്നും അങ്ങോട്ട് വെളിപ്പെട്ട് വരുന്നില്ല, ഒന്നും എനിക്കങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എന്ത് പറയും? വീണ്ടും ഞാൻ വിചാരിച്ചു വേണ്ട, മറ്റേതെങ്കിലും സങ്കീർത്തനത്തിൽ നിന്ന് സംസാരിക്കാം. അങ്ങനെ നോക്കിക്കഴിഞ്ഞിട്ട് ഒന്നിനകത്തും മനസ്സുറയ്ക്കുന്നില്ല. അങ്ങനെയാണ് അവസാനം ഞാൻ വിചാരിച്ചത് കർത്താവിനെ ഓർമ്മിപ്പിച്ചതാണ് ഈ സങ്കീർത്തനം തന്നെ ഇവിടെ നമുക്ക് ധ്യാനിക്കാം എന്ന് ചിന്തിച്ചു. അതുകൊണ്ട് ഒരു വലിയ മെസ്സേജോ അല്ലെങ്കിൽ ഒരു വലിയ പ്രസംഗമോ ഒന്നുമല്ല, ചില കാര്യങ്ങൾ ദൈവമക്കളെ ഒന്ന് ഓർമ്മിപ്പിക്കുവാൻ, അത് ആരുടെയൊക്കെയോ ജീവിതത്തിലൊരു വിടുതലായി തീരുവാൻ കർത്താവ് നിങ്ങളോട് സംസാരിപ്പാൻ ദൈവമായ കർത്താവ് എന്നെ ഉപയോഗിക്കട്ടെ. അതിനായി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മളൊക്കെ മിടുക്കരായിട്ട് കുഞ്ഞുങ്ങളുമായിട്ടും കുടുംബമായിട്ടൊക്കെ ജീവിക്കുന്നു. നമ്മുടെ ആ മനസ്സിലെ ആ ഒരു ചില സെൽസ് ഒന്ന് നശിച്ചു പോയാൽ നമ്മൾ ആരാണെന്ന് നമ്മൾ അറിയത്തില്ല. നമ്മുടെ പേര് പോലും നമുക്ക് ഓർമ്മയുണ്ടാകുകയില്ല. കർത്താവ് എത്ര അത്ഭുതകരമായിട്ടാണ് നമ്മളെ നയിക്കുന്നത്. നമ്മൾ ഭയങ്കര മിടുക്കരാണ്. നമ്മൾ പലപ്പോഴും മനുഷ്യൻ പറയുന്നത് കേട്ടുണ്ട്, ഞാൻ ആരാന്ന് അവൻ്റെ വിചാരം, ഞാനല്ലേ മോൻ, ഞാനല്ലേ മോൾ, എൻ്റെ അടുത്ത് അവൻ്റെ കളി. പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്താണ് നമുക്ക് പുകഴുവാനുള്ളത്? ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, കർത്താവെ ഇന്ന് ശ്വാസമെടുക്കുന്നു എങ്കിൽ, ഇന്ന് നിൻ്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്നെങ്കിൽ അത് ദൈവത്തിൻ്റെ ദയ ഒന്ന് മാത്രമാണ്. നമ്മുടെ മിടുക്കോ, നമ്മുടെ കഴിവോ, നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതയോ, പാരമ്പര്യമോ, കുടുംബ ശ്രേഷ്ഠതയോ ഒന്നുമല്ല, കർത്താവിൻ്റെ ദയ ഒന്ന് മാത്രമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ ഇടപെടാതെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിപ്പാൻ, നന്ദി കരയേറ്റിക്കൊണ്ടിരിപ്പാൻ, കർത്താവെ ഒരു ദിവസം കൂടി തന്നല്ലോ. ഒരു വർഷത്തിൻ്റെ 10ാം മാസത്തിൻ്റെ അവസാന സൺഡേയിലാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ഇത്രത്തോളം നമ്മെ വഴി നടത്തിയ ദൈവം. പലരും നമുക്കറിയാം, പലരും വീണു, പക്ഷേ തളർന്നു പോകുവാൻ ദൈവം അനുവദിച്ചില്ല. പലർക്കും അനർത്ഥങ്ങൾ സംഭവിച്ചു. പലരും കടന്നുപോയ മേഖലകളിൽ പലവിധമായ ബുദ്ധിമുട്ടുകളുണ്ടായി. പലരുടെയും ഭവനത്തിൽ ഈ പകൽക്കാലം നിലവിളിയാണ്. എന്നാൽ കർത്താവ് നമുക്ക് സന്തോഷവും സമാധാനവും തന്നു. ഒരിക്കലൂടെ അവനെ വാഴ്ത്തുവാൻ, ഒരിക്കലൂടെ അവനെ സ്തുതിപ്പാൻ കർത്താവ് എന്ന നല്ല സമയത്തിനായി നമുക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാൻ ഞാനും കർത്താവിനെ നന്ദിയോടെ വാഴ്ത്തുന്നു. കർത്താവ് നൽകി അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. അതിൻ്റെ 17ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ജീവിച്ചിരിക്കേണ്ടതിന് അടിയന് നന്മ ചെയ്യണമേ, എന്നാൽ ഞാൻ നിന്റെ വചനം പ്രമാണിക്കും. ആമേൻ. 119 സങ്കീർത്തനം നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഏറ്റവും വലിയ സങ്കീർത്തനമാണ് 119 സങ്കീർത്തനം. 176 വാക്യങ്ങളാണ് 119 സങ്കീർത്തനത്തിലുള്ളത്. അതിനെ 22 ഭാഗങ്ങളായിട്ട് വിഭജിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. എബ്രായ അക്ഷരമാല 22 അക്ഷരമാലയാണ്. അതാണ് ആദ്യമേ അതിന് കൊടുത്തിരിക്കുന്ന ആലേഫ് ബേത്ത് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് എബ്രായ അക്ഷരമാലയാണ്. അപ്പോൾ ആ 22 അക്ഷരമാല ക്രമത്തിൽ ആ 22 ഭാഗിച്ച് അതിനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ മൂലഭാഷയിൽ ഓരോ ഖണ്ഡികയും, അതായത് 8 വാക്യങ്ങളുള്ളതായ ഓരോ ഖണ്ഡികയിലും അതിൻ്റെ ഏത് വാക്കാണോ ആദ്യത്തെ വാക്ക്, ആ വാക്യത്തിലാണ് ആ വാക്യങ്ങളെല്ലാം തുടങ്ങുന്നത്. ആ രീതിയിലാണ് അത് രചിച്ചിരിക്കുന്നത്. അത്രമാത്രം മനോഹരമായിട്ട് എഴുതിയൊരു കവിതയാണിത്. ഇതിനകത്തെ പ്രതിപാദ്യ വിഷയം ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനമെന്നുള്ളതിനെക്കുറിച്ച് മാത്രമാണ്. 176 വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ 2-3 വാക്യങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ വാക്യങ്ങളിലും നമുക്ക് കാണാം ദൈവത്തിൻ്റെ വചനമെന്നുള്ളതായ കാര്യം. ഒന്നുകിൽ ദൈവത്തിൻ്റെ സാക്ഷ്യങ്ങൾ, അല്ലെങ്കിൽ അവൻ്റെ ചട്ടങ്ങൾ, അല്ലെങ്കിൽ അവൻ്റെ സാക്ഷ്യങ്ങൾ, അല്ലെങ്കിൽ അവൻ്റെ കൽപ്പനകൾ. ഇത് ദൈവത്തിൻ്റെ വചനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് 174-75 വാക്യങ്ങൾ രചിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, സങ്കീർത്തനത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ജീവിച്ചിരിക്കേണ്ടതിന് അടിയന് നന്മ ചെയ്യണമേ, എന്നാൽ ഞാൻ നിൻ്റെ വചനം പ്രമാണിക്കും.
സങ്കീർത്തനക്കാരൻ ദൈവസന്നിധിയിൽ എടുക്കുന്ന ഒരു തീരുമാനമാണ്. ദൈവത്തോടൊരു കാര്യം അപേക്ഷിക്കുന്നു, ഒപ്പം ഒരു തീരുമാനം ദൈവസന്നിധിയിൽ എടുക്കുകയാണ് ചെയ്യുന്നത്. ഈ സങ്കീർത്തനത്തെ റബ്ബിമാർ പറയുന്നത് ഈ സങ്കീർത്തനം ദാവീദിനാൽ രചിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കപ്പെടുന്നു. യഹൂദ ശാസ്ത്രന്മാർ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. എന്നാൽ ഇത് ദാനിയേലാണ് രചിച്ചതെന്നും എസ്രയാണ് രചിച്ചതെന്നും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ ഇത് ആര് രചിച്ചതാണെങ്കിലും ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് വ്യക്തമായിട്ട് അറിവുള്ള ഒരു പ്രസിദ്ധ വ്യക്തിയാണ് ഈ ദൈവത്തിൻ്റെ വചനം രചിച്ചിരിക്കുന്നത്. നമുക്കിത് വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും. ജീവിച്ചിരിക്കേണ്ടതിന് അടിയന് നന്മ ചെയ്യണമേ. സങ്കീർത്തനക്കാരൻ ദൈവത്തോട് പറയുകയാണ്, ജീവിച്ചിരിക്കുവാനുള്ള നന്മ, ജീവിച്ചിരിക്കേണ്ടതിന് വേണ്ടുന്ന നന്മ ദൈവമേ നീ എനിക്ക് ചെയ്യണമേ. അങ്ങനെ നീ ചെയ്താൽ ഞാൻ നിൻ്റെ വചനം പ്രമാണിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ഹൃദയത്തിൽ ഒരു നിർണയം ഉണ്ടായിരിക്കണം. ദൈവം എനിക്ക് സമയം തന്നാൽ, ദൈവം എന്നെ നിലനിർത്തിയാൽ, ദൈവം എന്നെ ജീവനോടെ ശേഷിപ്പിച്ചാൽ, ദൈവം എന്നെ വഴി നടത്തിയാൽ ഞാൻ അവൻ്റെ വചനം പ്രമാണിക്കും. ആ ഒരു തീരുമാനം സങ്കീർത്തനക്കാരനെ പോലെ നമ്മുടെ ഹൃദയത്തിലും ഉണ്ടാകണം. കാരണം ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുള്ളൂ. സങ്കീർത്തനങ്ങളിൽ പറയുന്നുണ്ട്, മരിച്ചവരും മൗനത്തിലിറങ്ങിയവരാരും യഹോവയെ സ്തുതിക്കുന്നില്ല. അപ്പോൾ ദൈവത്തെ സ്തുതിക്കുന്നത് ജീവനോടെ ഇരിക്കുന്നവരാണ്. ജീവനോടെ ഇരിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. നാം എന്തുകൊണ്ടാണ് കർത്താവിനെ സ്തുതിക്കുന്നത്? അവൻ ജീവനോടിരിക്കുന്നത് കൊണ്ടാണ്. ഇന്ന് അനേകരും മരിച്ചവരുടെ പുറകെ ഓടുന്നതായൊരു കാലഘട്ടമാണ്. മരിച്ചവരോട് പ്രാർത്ഥിക്കുന്നു, മരിച്ചവരോട് അപേക്ഷിക്കുന്നു, അല്ലെങ്കിൽ മരിച്ചുപോയി അനേകരുടെ പുറകെ ലോകം ഓടുമ്പോൾ നമുക്കുറപ്പുണ്ട്, ജീവിച്ചിരിക്കുന്ന യേശു ക്രിസ്തു, മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തു വാഗ്ദത്തം ചെയ്തതുപോലെ ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെയുണ്ടെന്ന് വാക്ക് പറഞ്ഞ കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. നമ്മളവനെ ആരാധിക്കാൻ കാരണം അവൻ ജീവനുള്ള ദൈവമായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ജീവനോടെ ഇരിക്കുന്ന നാം ജീവനുള്ള ആ ദൈവത്തെ ശുശ്രൂഷിക്കുന്ന, അല്ലെങ്കിൽ ആ ദൈവത്തെ ആരാധിക്കുന്നതും സ്തുതിക്കുന്നതും. ഒരു വേദഭാഗം വായിക്കാം. യെശയ്യാ പ്രവചനം 38-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അവിടെ ഹിസ്കിയാവ് എന്ന് പറയുന്ന ഒരു രാജാവ് താൻ മരണശയ്യോട് അടുത്തതായ സമയത്ത് യെശയ്യാ പ്രവാചകൻ ഹിസ്കിയാവോട് പറഞ്ഞു, നീ മരിച്ചു പോകും, ഗ്രഹകാര്യമൊക്കെ ക്രമത്തിലാക്കുക എന്ന് പറഞ്ഞതായ സമയത്ത് ഹിസ്കിയാ രാജാവ് ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവൻ്റെ കാലഘട്ടത്തെ വർദ്ധിപ്പിച്ചു കൊടുത്തു. അങ്ങനെ ദൈവം അവനെ ജീവിപ്പിച്ചതിന് ശേഷം അവൻ പറഞ്ഞതായ ചില വാക്യങ്ങളാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 38-18. പാതാളം നിന്നെ സ്തുതിക്കുന്നില്ല, മരണം നിന്നെ വാഴ്ത്തുന്നില്ല, കുഴിയിലിറങ്ങുന്നവർ നിന്റെ വിശ്വസ്തതയെ പ്രത്യാശിക്കുന്നതുമില്ല. ഞാൻ ഇന്ന് ചെയ്യുന്നത് പോലെ ജീവനുള്ളവൻ മാത്രം നിന്നെ സ്തുതിക്കും. ആമേൻ. ഇവിടെ പറയുന്നു, ജീവനുള്ളവൻ മാത്രമാണ് ദൈവത്തെ സ്തുതിക്കുന്നത്. ജീവനുള്ളവർക്ക് മാത്രമാണ് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുന്നത്. പാതാളം വാഴ്ത്തുന്നില്ല, മരണം സ്തുതിക്കുന്നില്ല, ഇതെല്ലാം പറഞ്ഞിട്ട് പറയുന്നു ജീവനുള്ളവൻ മാത്രം നിന്നെ സ്തുതിക്കുന്നു. ഹിസ്കിയാവ് ദൈവസന്നിധിയിൽ പറയുകയാണ്, നീ എന്നെ ജീവനോടെ നിലനിർത്തി. ഞാൻ പാതാളത്തിലേക്ക് ഇറങ്ങേണ്ടതായിരുന്നു, പക്ഷേ നീ എനിക്ക് ജീവൻ നൽകി, നീ എന്നെ നിലനിർത്തിയതുകൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കുന്നു. അതുകൊണ്ട് ദൈവമക്കളെ, ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന നാം ഓരോരുത്തരും ഇന്ന് ജീവനോടെ ഇരിക്കുന്നത് ദൈവത്തിൻ്റെ ദയയാലാണ്, ദൈവത്തിൻ്റെ കൃപയാലാണ്. അവൻ നമ്മളെ നിലനിർത്തിയിരിക്കുന്നത് നാം ദൈവത്തെ സ്തുതിക്കുവാൻ വേണ്ടിയാണ്. 30-ാം സങ്കീർത്തനത്തിന്റെ അവസാന വാക്യത്തിൽ പ്രകാരം പറയുന്നുണ്ടോ? നീ എന്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, എന്റെ രട്ട് നീ അഴിച്ച് എന്നെ സന്തോഷം ഒടിപ്പിച്ചിരിക്കുന്നു. ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടതിന് തന്നെ. എന്തിനാണ് രട്ടഴിച്ച് ദൈവം നമ്മളെ സന്തോഷം ഒടിപ്പിച്ചിരിക്കുന്നത്? എന്തുകൊണ്ടാണ് കർത്താവ് നമ്മെ ജീവനോടെ ശേഷിപ്പിച്ചിരിക്കുന്നത്? നാം അവന് സ്തുതി പാടേണ്ടതിന് വേണ്ടിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന നാം ഇടതടവില്ലാതെ ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു, ജീവിച്ചിരിക്കേണ്ടതിന് അടിയന് നന്മ ചെയ്യണമേ, എന്നാൽ ഞാൻ നിന്റെ വചനം പ്രമാണിക്കും. അതിൻ്റെ 18-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ. ആമേൻ. ഇവിടെ സങ്കീർത്തനക്കാരൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ ഒന്ന് കാണുവാൻ എൻ്റെ കണ്ണുകളെ ദൈവമേ നീ ഒന്ന് തുറക്കണമേ. നമ്മൾ തുറന്നാൽ നമുക്ക് കാണുവാൻ കഴിയുകയില്ല. മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ടോ ജ്ഞാനം കൊണ്ടോ മനുഷ്യന് അവൻ്റെ കഴിവ് കൊണ്ടോ ദൈവത്തിൻ്റെ വചനത്തെ ഗ്രഹിക്കുവാൻ കഴിയുകയില്ല. അത് ഇന്ന് ബുദ്ധിമാന്മാരായിട്ടുള്ള ജ്ഞാനികളായിട്ടുള്ള ആൾക്കാരുടെ ദൈവവചനം പറഞ്ഞാൽ അവർ ചിരിക്കും, അവർ പുച്ഛിക്കും, അവർ പറയും ഇതൊക്കെ ഇന്നത്തെ കാലത്ത് ആരാ വിശ്വസിക്കുന്നത്, ഇന്ന് സയൻസാണ് ഏറ്റവും വലുത്, അവർക്ക് ഒത്തിരിയും കാര്യങ്ങൾ അവർക്ക് പറയാനുണ്ട്. എന്നാൽ ഇവിടെ പറയുന്നു, ദൈവം നമ്മുടെ ഹൃദയത്തെ ഒന്ന് പ്രകാശിപ്പിച്ചാൽ, നമ്മുടെ കണ്ണുകളെ ദൈവം ഒന്ന് തുറന്നാൽ മാത്രമേ ദൈവത്തിൻ്റെ വചനത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ നമുക്ക് കഴിയുള്ളൂ. പ്രിയപ്പെട്ട ദൈവമക്കൾ, ഇവിടെ കടന്നു വന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ദൈവം നിങ്ങളുടെ കണ്ണ് തുറന്നതുകൊണ്ടാണ് ഈ വചനം ഗ്രഹിക്കാൻ പറ്റിയത്. ഇല്ലെങ്കിൽ നമ്മൾ വ്യത്യസ്തമായ മേഖലകളിൽ, വ്യത്യസ്തമായ ആരാധനാ രീതികളിൽ, വ്യത്യസ്തമായ രീതികളിലാകുമായിരുന്നു. എന്നാൽ ഹൃദയം നമ്മുടെ കർത്താവ് നമ്മുടെ കണ്ണ് തുറന്നതുകൊണ്ടാണ് നമ്മൾ ചിലത് കണ്ടത്. ജീവിച്ചിരിക്കുന്ന ഒരു കർത്താവുണ്ടെന്നും അവൻ എനിക്ക് വേണ്ടി മരിച്ചെന്നും അവൻ എന്നെ ചേർപ്പാൻ വീണ്ടും വരുമെന്നുള്ളതായ ഒരു ജ്ഞാനം നമ്മുടെ ഹൃദയത്തിൽ പകർന്നത് നമ്മുടെ കഴിവോ വിദ്യാഭ്യാസത്തിൻ്റെ ശ്രേഷ്ഠതയോ കൊണ്ടല്ല, മറിച്ച്
ദൈവം നമ്മുടെ കണ്ണ് തുറന്നതുകൊണ്ടാണ്. ഉൽപ്പത്തി പുസ്തകത്തിലൊരു വാക്യം നമ്മൾ കാണുന്നുണ്ട് ഇപ്രകാരം. ഉൽപ്പത്തി പുസ്തകം 21 അധ്യായത്തിൻ്റെ 19 വാക്യത്തിൽ ഹാഗാർ എന്ന് പറയുന്നതായ കർത്താവിൻ്റെ ദാസിക്ക് അവരുടെ കണ്ണ് തുറന്നായിട്ട് നമ്മൾ കാണുന്നത് വായിക്കാം. 21:19. ദൈവം അവളുടെ കണ്ണു തുറന്നു, അവൾ ഒരു നീരുറവ് കണ്ടു, ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ച് ബാലനെ കുടിപ്പിച്ചു. ആമീൻ. നമുക്കറിയാവുന്ന ചരിത്രമാണത്. ഹാഗാർ അബ്രഹാമിൻ്റെ ഭവനത്തിൽ നിന്നും പുറപ്പെട്ടു പോയതിനു ശേഷം മരുഭൂമിയിൽ പോയി കുഞ്ഞ് മരിച്ചു പോകുമെന്ന് മനസ്സിലാക്കി ദൂരെ പോയി നിലവിളിച്ചതായ സമയത്ത് ദൈവം അവളുടെ കണ്ണ് തുറന്നു. കണ്ണ് തുറന്നപ്പോൾ കാണാത്തത് പലതും കണ്ടു, അനുഗ്രഹങ്ങൾ കണ്ടു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നാമും ദൈവസന്നിധിയിൽ ഇരിക്കുന്നുവെങ്കിൽ, കർത്താവിനോട് നിലവിളിക്കുന്നുവെങ്കിൽ, പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നമുക്ക് മറഞ്ഞിരിക്കുന്നത് പലതും കർത്താവ് നമ്മെ കാണിക്കും. ദൈവത്തിന് സ്തോത്രം. അത് കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കർത്താവ് നമ്മുടെ കണ്ണൊന്ന് തുറക്കണം. കർത്താവ് കണ്ണ് തുറന്നാൽ കാണാത്തത് പലതും നമ്മൾ കാണും. മറ്റുള്ളവർക്ക് അത് കാണാൻ കഴിഞ്ഞെന്ന് വരികയില്ല. ഇവിടെ കർത്താവിൻ്റെ ദാസൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇവിടെ പറയുകയുണ്ടായി, ദാനിയേൽ ശബ്ദം കേട്ടു, മറ്റാരും കേട്ടില്ല. ദൈവം ചിലരുടെ കണ്ണ് തുറന്നാൽ അവർ മാത്രമേ ആ കാഴ്ച കാണുകയുള്ളൂ. ഇവിടെ ഹാഗാറിൻ്റെ കണ്ണ് ദൈവം തുറന്നു. അതുപോലെ തന്നെ സംഖ്യാപുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് ബിലെയാം കഴുതപ്പുറത്ത് യാത്ര ചെയ്യുന്നതായ സമയത്ത് യഹോവയുടെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി മൂവ് ചെയ്തപ്പോൾ അവൻ കഴുതയെ അടിച്ചു. കഴുത തിരിച്ച് ബിലെയാമിനോട് സംസാരിച്ചു. സംഖ്യാപുസ്തകത്തിൽ നമ്മളത് കാണുന്നുണ്ട്. അപ്പോൾ ബിലെയാം കഴുതയെ അടിച്ച സമയത്ത് കഴുത ചോദിക്കുക, നീ എന്തിനാ എന്നെ തല്ലുന്നേ? അപ്പോഴാണ് ദൈവം ബിലെയാമിൻ്റെ കണ്ണ് തുറന്നു. ദൈവദൂതൻ ഊരിയ വാളുമായി നിൽക്കുന്നത് ബിലെയാം കാണുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, പലപ്പോഴും നമ്മുടെ യാത്ര അനർത്ഥത്തിലാണേ എങ്കിൽ കർത്താവ് നമ്മുടെ യാത്രയെ തടയും. നമുക്ക് ചിലപ്പോഴത് ബുദ്ധിമുട്ടായിട്ട് ഒന്നിൻ്റെ ദൈവമേ അവിടെ പോയിരുന്നെങ്കിൽ ഇന്ന നന്മകൾ കിട്ടുമായിരുന്നു, ഇന്ന അനുഗ്രഹങ്ങൾ കിട്ടുമായിരുന്നു ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും. പക്ഷേ ദൈവം അവിടെ ഒരു തടസ്സം വെക്കുന്നുവെങ്കിൽ ദൈവത്തിനൊരു പ്ലാനുണ്ട്. ദൈവമക്കളെക്കുറിച്ച് ദൈവത്തിനൊരു പ്ലാനുണ്ട്, പദ്ധതിയുണ്ട്. നമ്മുടെ വീടുകളിലുള്ള കുഞ്ഞുങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഓടിപ്പോയി എന്തെങ്കിലും എടുക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ അവരെ തടയും. കാരണം അവർക്ക് കാണാത്ത ചില കാര്യങ്ങൾ നമ്മൾ കാണും. കൊച്ചു കുഞ്ഞുങ്ങളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കമ്പിയോ എന്തെങ്കിലും കൊണ്ടുപോയി കറണ്ടിലൊക്കെ കുത്താനായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മളത് തടയും, അവർക്കത് മനസ്സിലാകില്ല. അതുപോലെയാണ് പലപ്പോഴും നമ്മുടെ യാത്ര. നമ്മൾ കടന്നു പോകുന്ന മേഖലകളിൽ ദൈവം ചില തടസ്സം നമുക്ക് ഇടുന്നു എങ്കിൽ അതിനർത്ഥം നമുക്കവിടെ കടന്നു ചെന്നാൽ ഒരു അപകടം വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം നമ്മുടെ കണ്ണ് തുറക്കാനായിട്ട് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവമേ, നിൻ്റെ വചനത്തെ കാണുവാൻ, നിൻ്റെ വചനത്തെ ഗ്രഹിക്കുവാൻ എൻ്റെ കണ്ണ് തുറക്കണമേ എന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം അവസാന അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എമ്മൂസിലേക്ക് പോയതായ ശിഷ്യന്മാരോടൊപ്പം കർത്താവ് നടന്ന് അവരോടൊപ്പം സഞ്ചരിച്ച് അവരോടൊപ്പം നടന്ന സമയത്തൊന്നും അവർക്ക് മനസ്സിലായില്ല ഇത് കർത്താവാണ് ഞങ്ങളുടെ കൂടെ നടക്കുന്നതെന്ന്. എന്നാൽ ഭവനത്തിൽ എത്തിച്ചേർന്ന് അപ്പം നുറുക്കി കൊടുത്തപ്പോൾ അവരുടെ കണ്ണ് തുറന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മുടെ കണ്ണൊന്ന് തുറക്കണം. കണ്ണ് തുറന്നാൽ നമ്മൾ കാണാത്ത ആ അത്ഭുതകരമായ കാര്യങ്ങളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇതുവരെ എൻ്റെ ദൈവമേ അതവിടെ ഉണ്ടായിരുന്നോ, ഇങ്ങനെ ഒരു വഴി അവിടെ ഉണ്ടായിരുന്നോ എന്ന് നമുക്ക് ഗ്രഹിക്കാൻ, നമ്മൾ ചിന്തിക്കാത്ത ഒരു വഴിയെ ദൈവം നമ്മുടെ മുമ്പിൽ തുറന്ന് കാണിച്ചു തരും. കാരണം നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, നിൻ്റെ ന്യായപ്രമാണത്തിൽ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണം. എന്താണ് ന്യായപ്രമാണം? ഇവിടെ കർത്താവിൻ്റെ ദാസൻ നമ്മുടെ ജീവിച്ചാൻ വളരെ നല്ല രീതിയിൽ ദൈവത്തിൻ്റെ വചനം ഇവിടെ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് ന്യായപ്രമാണത്തെക്കുറിച്ച്. ന്യായപ്രമാണ പുസ്തകങ്ങളെന്ന് പറയുന്ന ആദ്യത്തെ 5 പുസ്തകങ്ങളിൽ നിന്നുമാണ് ഈ 613 കൽപ്പനകളാണ് ദൈവമക്കൾക്ക് വേണ്ടി ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത്. അത് എബ്രായ റബിമാർ അവർക്ക് തോറ എന്ന് പറയുന്നതായ 5 പുസ്തകങ്ങൾ, ഉൽപ്പത്തി പുസ്തകം മുതൽ ആവർത്തന പുസ്തകം വരെയുള്ള പുസ്തകങ്ങളിൽ നിന്നും റെഫർ ചെയ്ത് അവരെടുത്തതായ കാര്യമാണ്. 613 കൽപ്പനകളാണ്. നമ്മുടെ ജീച്ചൻ അതിനെക്കുറിച്ചൊക്കെ ഇവിടെ നമുക്ക് ക്ലാസ് എടുത്താണ്. അതിനകത്ത് 248 നെഗറ്റീവായിട്ടുള്ള 365 കൽപ്പനകളുള്ളതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിലെ കൽപ്പനകൾ ദൈവമക്കളാകുന്ന നാം വായിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുകയുള്ളൂ. ആ കൽപ്പനകളെ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ അതിനുള്ളിലെ അത്ഭുതം നമുക്ക് കാണുവാനായിട്ട് കഴിയും. മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവായ യേശുക്രിസ്തു ന്യായപ്രമാണത്തിലെ ചില കൽപ്പനകളെ അഴിച്ച് യഹൂദന്മാരുടെ മുമ്പിൽ അത് വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ കടന്നു വരുന്ന സമയത്ത് പഴയ നിയമത്തിലെ ചില കൽപ്പനകളെ എടുത്തിട്ട് കർത്താവ് അതിനെ ഒന്ന് തുറന്നവരെ കാണിക്കുന്നുണ്ട്. എന്താണ് ദൈവം ഈ കൽപ്പന കൊണ്ട് അർത്ഥമാക്കുന്നത്? കാരണം കർത്താവിന് മാത്രമേ അത് തുറന്ന് കാണിക്കാൻ കഴിയുകയുള്ളൂ. കാരണം കർത്താവാണത് കൊടുത്തത്, ദൈവമാണത് കൊടുത്തത്. അതുകൊണ്ട് ദൈവത്തിന് മാത്രമേ അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ കഴിയുകയുള്ളൂ, അല്ലെങ്കിൽ അത് അഴിച്ചു കാണിക്കാനായിട്ട് കഴിയുകയുള്ളൂ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ അതിൻ്റെ 22-ാമത്തെ വാക്യം മുതൽ നമ്മൾ കാണുന്നുണ്ട്, 6 പ്രാവശ്യം പറയുന്നുണ്ട്
ഞാനോ നിങ്ങളോട് പറയുന്നത്. വ്യത്യസ്തമായ കാര്യങ്ങളെക്കുറിച്ച്, കൊലപാതകത്തെക്കുറിച്ച് പറയുന്നുണ്ട്, വ്യഭിചാരത്തെക്കുറിച്ച് പറയുന്നുണ്ട്, വിവാഹമോചനത്തെക്കുറിച്ച് പറയുന്നുണ്ട്, സത്യം ചെയ്യുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്, പ്രതികാരം ചെയ്യുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്, ശത്രുക്കളോടുള്ള ഇടപെടലിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ കാര്യങ്ങളിലെല്ലാം കർത്താവ് കൽപ്പനകളെല്ലാം എടുത്തിട്ട് അവരോട് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്, ഇതിൻ്റെ അർത്ഥം എന്താണ്, എന്താണ് പിതാവായ ദൈവം. ചില വാക്യങ്ങളൊന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം ഒന്ന് വായിക്കാം. ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായാധിപസഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നിനരകത്തിന് യോഗ്യനാകും. ഇവിടെ കർത്താവ് പറയുന്നത് കൊലപാതകത്തെക്കുറിച്ച്. കൊലപാതകം ചെയ്യരുതെന്ന് ന്യായപ്രമാണ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. യഹൂദന്മാർ മനസ്സിലാക്കിയതാണ്, ഒരുത്തനെ കൊന്നാൽ മാത്രമേ അവൻ കൊലപാതകയാകുകയുള്ളൂ. അവൻ മരിച്ചില്ല എങ്കിൽ അവൻ കൊലപാതകമല്ല. ഇന്ന് ലോകത്തിലെ നിയമം അത് തന്നെയാണ്. എല്ലാ രാജ്യങ്ങളിലെ നിയമം അതാണ്. ഒരുത്തനെ കൊലപാതകനെന്ന് എണ്ണണമെങ്കിൽ വേറൊരുത്തൻ മരിക്കണം. മരിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ അവൻ കൊലപാതകയാകുന്നത്. നേരെ മറിച്ച് കർത്താവ് അവരോട് പറഞ്ഞു, ഒരുത്തനെ കൊല്ലുന്നതല്ല, അതുവരെ പോകുന്നതല്ല. കാരണം ഒരുത്തനെ കൊല്ലണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു വലിയ എഫേർട്ടുണ്ട്. അതിൻ്റെ പിന്നിൽ ഒത്തിരി യാത്ര ചെയ്യണം, അതിനുവേണ്ടി കത്തിയായിട്ട് പോകണം, അതിനുവേണ്ടി പതുങ്ങിയിരിക്കണം, ഒത്തിരി എഫേർട്ട് അതിൻ്റെ പിന്നിലുണ്ട്. നേരെ മറിച്ച് പുതിയ നിയമത്തിൽ വന്നപ്പോൾ കർത്താവ് പറഞ്ഞു, അന്നത്തെ കാലത്ത് അത് നിങ്ങളോട് പറഞ്ഞെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന പുതിയ കൽപ്പന ഇതാണ്, നിനക്ക് വീട്ടിലിരുന്ന് ആരെയും കൊല്ലാം, മനസ്സിൽ ചിന്തിച്ചാൽ മതി. അതാണ് കർത്താവ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്ന കാര്യം. ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം, അതായത് 1 യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ അവിടെ പറയുന്നു, സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം കൊലപാതകൻ ആകുന്നു. യാതൊരു കൊലപാതകനും നിത്യജീവൻ ഉള്ളിൽ വസിച്ചിരിപ്പില്ല. ദൈവമക്കളെ, നമ്മളിതൊക്കെ വായിക്കുമ്പം വളരെ ശ്രദ്ധിക്കണം. നമ്മൾ അനേകരുടെ കുറ്റം പറയുന്നവരാണ്. കൂട്ടുവിശ്വാസികളുടെ, ദൈവദാസന്മാരുടെ, ദൈവദാസിമാരുടെ, അവരങ്ങനെയാണ്, ഇവരിങ്ങനെയാണ്, അവളങ്ങനെയാണ്, ഇവളിങ്ങനെയാണ്, ഇവരെല്ലാവരും മോശമാണ്, പക്ഷെ ഞാൻ വളരെ കുഴപ്പമില്ലാത്തതാണ്. അത് ചെയ്യുമ്പോൾ നമ്മളൊരു കൊലപാതകമാണ് ചെയ്യുന്നത്. അതിന് കത്തിയും കൊണ്ട് പോകേണ്ട കാര്യമില്ല, തോക്കുമായിട്ട് പോയി പതിയിരിക്കേണ്ട കാര്യമില്ല. നമ്മുടെ വീട്ടിലിരുന്ന് നമുക്ക് കൊലപാതകം ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് കർത്താവരോട് പറഞ്ഞത്, ഞാനോ നിങ്ങളോട് പറയുന്നത്, വളരെ നമ്മൾ സൂക്ഷിക്കണം. നിത്യജീവനില്ലാത്തവൻ ദൈവരാജ്യത്തിൽ പോവുകയില്ല. ദൈവമക്കളാകുന്ന നാം വളരെ സൂക്ഷിക്കണം. നാം പറയുന്നതായ വാക്കുകൾ, നാം കുറ്റപ്പെടുത്തുന്നതായ വ്യക്തികൾ ആരോ ആയിക്കൊള്ളട്ടെ, സഹോദരനെ പകയ്ക്കുന്നവൻ, അത് ഏത് സഹോദരനായാലും, കൂടെ സഭയിലുള്ളവനായാലും അയൽക്കാരനാണെങ്കിൽ നമ്മളെല്ലാം സഹോദരങ്ങളാണ്. ഭൂമിയിലുള്ള മനുഷ്യരെല്ലാം ഒരുത്തനിൽ നിന്നുള്ളവായവരാണ്. അപ്പോൾ ദൈവമക്കളാകുന്ന നാം മനസ്സിലാക്കണം, നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നുവെങ്കിൽ നമ്മളൊരു കൊലപാതകം ചെയ്യുകയാണ്. കൊലപാതകം ചെയ്യുന്നുവെങ്കിൽ യാതൊരു കൊലപാതകന് നിത്യജീവൻ ഇല്ല എന്ന് കർത്താവ് വചനത്തിൽ അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അപ്രകാരം തന്നെയാണ്. ഇവിടെ ഇരുന്ന് ഒത്തിരിയും കാര്യങ്ങളൊക്കെ ചെയ്ത് കൈയടിച്ച് ആരാധിച്ച് പ്രാർത്ഥിച്ച് പാടിയൊക്കെ നമ്മൾ അവിടെ ചെല്ലുമ്പം പ്രവേശനം കിട്ടാതെ പോകും. കാരണം നമ്മൾ കൊലപാതകം ചെയ്തിട്ടാണ് അങ്ങോട്ട് ചെല്ലുന്നത്. നമ്മളിൽ നിത്യജീവനില്ലെന്ന് ദൈവത്തിൻ്റെ വചനമാണ് പറയുന്നത്. ഇതാരെങ്കിലും ചുമ്മാതെ എഴുതി വെച്ചതല്ല, ദൈവത്തിൻ്റെ വചനമാണ് നമ്മളോട് ഇടപെടുന്നത്. ദൈവത്തിൻ്റെ വചനമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ്. ആരെയും അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിനെ വിധിക്കരുത്. ഇന്ന് ലോകത്തുള്ള മനുഷ്യർക്കെല്ലാം മറ്റുള്ളവൻ്റെ കുറ്റം കണ്ടുപിടിക്കാൻ വളരെ താല്പര്യമാണ്. മറ്റുള്ളവൻ്റെ ഭാര്യ എങ്ങനെ, മക്കളെങ്ങനെ, ഭർത്താവ് എങ്ങനെ, മാതാപിതാക്കളെങ്ങനെ, അവൻ്റെ ജീവിതം എങ്ങനെ, അവൻ്റെ ഭവനം എങ്ങനെ, അവൻ്റെ ജോലി എങ്ങനെ, ഇതൊക്കെ കണ്ടുപിടിക്കാൻ വലിയ വലിയ ഉത്സാഹമാണ്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ദുഷ്ടശക്തിയുണ്ടെന്നുള്ള കാര്യം ദൈവമക്കൾ ഓർത്തിരിക്കണം. ദൈവമക്കളാകുന്ന നാം ഓർത്തിരിക്കണം. ലോക മനുഷ്യരെ സംബന്ധിച്ച് ഇതൊന്നൊരു വിഷയമൊന്നുമല്ല അവർക്ക്. നമുക്ക് ദൈവരാജ്യത്തിൽ പോകണമെങ്കിൽ ആ ദൈവരാജ്യത്തിലെ നമ്മുടെ യാത്രയ്ക്ക് തടസ്സമായിട്ട് നമ്മുടെ അധരം പെരുമാറാൻ പാടില്ല. നമ്മളത് സൂക്ഷിക്കണം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കണം. സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം കൊലപാതകനാണെന്ന് കർത്താവിൻ്റെ പ്രിയ ശിഷ്യനായ അപ്പോസ്തലനായ യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നാം വളരെ സൂക്ഷിക്കേണ്ടതാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ കടന്നു വരുന്ന സമയത്ത് അവിടെ കാണുന്നുണ്ട് 6 സ്ഥാനങ്ങളിൽ കർത്താവ് പറയുന്നുണ്ട്. ഓരോ വിഷയത്തെക്കുറിച്ചും കർത്താവ് പറയുന്നുണ്ട്. നിങ്ങളിത് നല്ലപോലെ വായിച്ച് മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ വചനം നമ്മൾ ഭംഗിയായിട്ട് മനസ്സിലാക്കണം. എന്താണ് കർത്താവ് ഉദ്ദേശിച്ചിരിക്കുന്നത്? ഓരോ വിഷയത്തെക്കുറിച്ചും കർത്താവ് പറയുന്നു, ഞാനോ നിങ്ങളോട് പറയുന്നത്, പണ്ടങ്ങനെ എഴുതി വെച്ചിരുന്നു, എന്നാൽ അതിൻ്റെ അർത്ഥം എന്നതാണ്, ഇന്ന രീതിയിലാണ് ദൈവം അതിനെക്കുറിച്ച് ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതുകൊണ്ട് ദൈവമക്കളാകുന്ന നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ നിൻ്റെ വചനമൊന്ന് കാണുവാൻ, വചനത്തിൻ്റെ അർത്ഥമൊന്ന് ഗ്രഹിക്കുവാൻ എൻ്റെ കണ്ണുകളെ ഒന്ന് തുറക്കണമേ. അതോടൊപ്പം ദൈവവചനം വായിക്കുമ്പോൾ നമ്മൾ ധ്യാനിക്കണം, കർത്താവേ ഞാനിതിൽ ഉൾപ്പെടുന്ന വ്യക്തിയാണോ? എൻ്റെ ജീവിതത്തിൽ ഈ സംഭവം എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണോ? ഞാൻ ശത്രുക്കളോട് എങ്ങനെയാണ് ഇടപെടുന്നത്? കർത്താവ് പറയുന്നു, നിങ്ങളുടെ ശത്രുക്കളെ ദ്വേഷിക്കണമെന്നാണ് പഴയ നിയമത്തിൽ പറഞ്ഞു കൊടുത്തത്. എന്നാൽ ഞാനോ നിങ്ങളോട് പറയും, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കണം.
ഏതൊരു പാപം ചെയ്യാൻ വേണ്ടി പണ്ട് കാലത്ത് മനുഷ്യൻ പാപം ചെയ്യാൻ വേണ്ടി ആ പാപം അവൻ ആ കർമ്മം ചെയ്താൽ മാത്രമേ അവനെ പാപിയിൽ നിന്നത്തുള്ളായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ അത് മനസ്സിൽ ചിന്തിച്ചാൽ നമ്മൾ ആ പാപം ചെയ്തതിന് തുല്യമാകുന്നു. അതുകൊണ്ട് ദൈവമക്കളാകുന്ന നാം വളരെ സൂക്ഷിക്കണം നമ്മുടെ ദുശ്ചിന്ത. അതുകൊണ്ടാണ് കർത്താവ് പാപത്തെക്കുറിച്ച് പറഞ്ഞ സമയത്ത് കൈ കഴുകാതെ ഭക്ഷണം കഴിച്ചതിനെക്കുറിച്ച് പരീശന്മാർ കർത്താവിനോട് സംസാരിച്ച സമയത്ത് കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഉള്ളിലേക്ക് പോകുന്നതല്ല, ഉള്ളിൽ നിന്നും വരുന്നതാണ് നിങ്ങളെ അശുദ്ധമാക്കുന്നത്. അവിടെ കർത്താവ് പറഞ്ഞ ആദ്യത്തെ പാപം ദുശ്ചിന്തകൾ. നമുക്ക് പലപ്പോഴും കുത്തിയിരുന്ന് ആലോചിച്ച് കൂട്ടുന്നത് ഭയങ്കര സന്തോഷമാണ്. എത്ര മണിക്കൂറിരുന്ന് ആലോചിച്ചാലും മാറത്തില്ല. വേദപുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും നമ്മുടെ ചിന്ത വേറെ ആയിരിക്കും. നമ്മൾ വേറെ രീതിയിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട്, നിങ്ങളെ മാത്രമല്ല ഞാൻ എന്നെ കൂടി ഉൾപ്പെടുത്തിയാണ് പറയുന്നത്. ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് വായിക്കുന്ന ചില സമയങ്ങളിൽ വായിച്ച് കുറച്ചിങ്ങനെ വരുമ്പോഴേടാ ഞാൻ അതല്ലല്ലോ ചിന്തിച്ചുകൊണ്ട് പിന്നെ ഞാൻ തിരിച്ചുപോയി വായിക്കും. കാരണം നമ്മുടെ ചിന്തയെ ദുഷ്ടൻ ഇങ്ങനെ മാറ്റിമറിച്ചുകൊണ്ടേയിരിക്കും. ദുശ്ചിന്ത നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരുന്നു എങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ആത്മീയ ജീവിതത്തിന് തടസ്സമായിട്ട് നിൽക്കും. ഇവിടെ 2-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ ദാസന് സങ്കീർത്തനക്കാരൻ പറയുന്നു, നിൻ്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ. അടുത്ത വാക്യം ഒന്ന് വായിക്കാം. ഞാൻ ഭൂമിയിൽ പരദേശിയാകുന്നു, നിന്റെ കൽപ്പനകൾ എനിക്ക് മറച്ചു വയ്ക്കരുതേ. ആമേൻ. ഇവിടെ സങ്കീർത്തനക്കാരൻ ദൈവത്തോടൊരു കാര്യം ഏറ്റു പറയുകയാണ്, കർത്താവേ ഞാൻ ഈ ഭൂമിയിൽ പരദേശിയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണത്. നമ്മൾ ഈ ഭൂമിയിൽ പരദേശികളാണ്. നമ്മളിവിടെ വിസിറ്റിങ്ങിന് വന്നേക്കുന്ന ആൾക്കാർക്ക് തുല്യമായിട്ടുള്ളവരാണ്. നമുക്ക് കുറച്ച് സമയമേ ദൈവം ഇവിടെ തന്നിട്ടുള്ളൂ. കാരണം ഭൂമി എന്ന് പറയുന്നത് ദൈവത്തിൻ്റേതാണ്. നമുക്ക് കുറച്ച് നാൾ പാർക്കാനുള്ള അനുവാദം കർത്താവ് തന്നിരിക്കുന്നു. ഇന്ന് പലരും പറയാറുണ്ട്, അതെൻ്റെയാണ്, ഇതെൻ്റെയാണ്, ആ കാണുന്നത് എൻ്റെയാണ്, ഇതെൻ്റെയാണ്. ഒന്നുമില്ല. നമ്മുടെ ശരീരം പോലും നമ്മുടേതല്ല. നമ്മൾ പലപ്പോഴും അഹങ്കരിക്കാറുണ്ട്, അല്ലെങ്കിൽ അഭിമാനിക്കാറുണ്ട്, ഇന്ന കാര്യങ്ങൾ എനിക്കുണ്ട്. നമുക്ക് പാർക്കാനായിട്ട് ഭവനവും ജീവിക്കാനായിട്ടുള്ള ചുറ്റുപാടും ദൈവം തന്നിട്ടുണ്ട്. അത് ദൈവത്തിൻ്റെ കൃപയാണ്. ലേവ്യ പുസ്തകത്തിലൊരു വാക്യം വായിക്കാം. ലേവ്യ പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. നിലം ജന്മം വിൽക്കരുത്, ദേശം എനിക്കുള്ളതാകുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ പരദേശികളും വന്നു പാർക്കുന്നവരും അത്രേ. ആമേൻ. ഇവിടെ യഹോവയായ ദൈവം ഇസ്രായേൽ മക്കളോട് പറയുകയാണ്, നിങ്ങൾക്ക് ഞാൻ തരുന്നതായ നിലം നിങ്ങളത് ജന്മം വിൽക്കുക. അതായത് പെർമനൻ്റായിട്ടൊരു വ്യക്തിക്ക് നിങ്ങളത് വിൽക്കാൻ പാടില്ല. കാരണം ദേശം എൻ്റേതാണ്, നിങ്ങളിവിടെ പരദേശികളാണ്. ഇത് കർത്താവ് പറയുന്നതായ യഹോവയായ ദൈവം അരുളി ചെയ്യുന്നതായ സാഹചര്യം എന്ന് പറഞ്ഞാൽ യോബേൽ സംവത്സരത്തെക്കുറിച്ച് ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന കൽപ്പനയിലാണ് ഇത് പറയുന്നത്. നിങ്ങൾ ലേവ്യ പുസ്തകം 25-ാം അധ്യായം വായിച്ചു നോക്കണം, അത് വായിച്ച് പഠിക്കണം. കാരണം അതിനകത്ത് പറയുന്നുണ്ട് എപ്രകാരം ശബത്ത് ആചരിക്കണം. 50-ാം വർഷം യോബേൽ സംവത്സരമാണ് ഇസ്രായേലിന്. ആ സമയത്ത് ആർക്കെല്ലാം എന്തെല്ലാം സ്വത്തുക്കൾ നേരത്തെ ഉണ്ടായിരുന്നുവോ ആ സ്വത്തുക്കളിലേക്ക് അവർ മടങ്ങിപ്പോകണം. വിറ്റതായിരിക്കും, പക്ഷേ വിറ്റതാണെങ്കിലും യോബേൽ സംവത്സരത്തിൽ അത് മടക്കി കൊടുക്കണം. അതാണ് അവിടുത്തെ നിയമം. കാരണം യഹോവയായ ദൈവം പറയുന്നു, ദേശം എൻ്റേതാണ്, ഭൂമി എൻ്റേതാണ്. നിങ്ങൾ കുറച്ച് നാളത്തെ പാർപ്പിനായിട്ടാണ് ദൈവം നമ്മളെ ഇവിടെ ആക്കിയിരിക്കുന്നത്. ഇവിടെ സങ്കീർത്തനക്കാരൻ അതാണ് പറയുന്നത്, ഞാൻ ഭൂമിയിൽ പരദേശിയാണ്. താനത് ഏറ്റു പറയുകയാണ്, കാരണം തനിക്ക് വചനം അറിയാവുന്നവനാണ്. ന്യായപ്രമാണ പുസ്തകത്തിൽ യോബേൽ സംവത്സരത്തിൽ 50-ാം വർഷത്തിൽ ആരെന്തെല്ലാം വിറ്റാലും എന്തെല്ലാം ആർക്കെല്ലാം കൊടുത്താലും 50-ാം വർഷം അവനവൻ്റെ കുടുംബത്തിലേക്ക് മടങ്ങി വരാം. അവൻ 50 വർഷത്തിന് മുൻപ് അവനുണ്ടായിരുന്ന സ്വത്തിലേക്ക്, അതായത് ഇപ്പോൾ എനിക്ക് 5 ഏക്കർ സ്ഥലമുണ്ട്, 5 ഏക്കർ സ്ഥലം ഞാൻ 5 പേർക്ക് വിറ്റുവെങ്കിൽ 50 വർഷത്തേക്ക് അവർക്കത് ഉപയോഗിക്കുവാനുള്ള അനുവാദമുള്ളൂ ഇസ്രായേലിൽ. 50 വർഷം കഴിയുമ്പോൾ എനിക്ക് 5 ഏക്കർ സ്ഥലം വീണ്ടും തിരിച്ചിട്ടു. അപ്പോൾ ഈ വാങ്ങിക്കുന്ന വ്യക്തി ആ 50 വർഷത്തെ കാലഘട്ടം കണക്കാക്കിയാണ് അതിന് വില കൊടുക്കുന്നത്. അങ്ങനെയാണ് അവർ ക്രയവിക്രയങ്ങൾ ചെയ്തിരുന്നത് അന്നത്തെ കാലത്ത്. ഇന്നല്ല, അന്നത്തെ കാലത്ത്. യഹോവയായ ദൈവം അവർക്ക് കൊടുത്തിരുന്ന കൽപ്പനയായിരുന്നു ശബത്ത് എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമായി ആചരിക്കണം. 6 വർഷം നീ ജോലി ചെയ്തിട്ട് 7-ാം വർഷം ശബത്താണ്ടാണ്, ശബത്ത് വർഷമാണ്. ആ ശബത്ത് വർഷത്തിൽ 7-ാം വർഷം യാതൊന്നും കൃഷി ചെയ്യാൻ പാടില്ല. അങ്ങനെ അവർക്ക് കൽപ്പന കൊടുത്തിരുന്നു. അത് കഴിഞ്ഞിട്ട് അവരോട് പറഞ്ഞിരുന്നു, 7 ആണ്ട് കൂടുന്ന 7 കഴിയുമ്പോൾ 7 7 49 കഴിയുമ്പോൾ 50-ാം വർഷം നിങ്ങൾക്ക് യോബേൽ സംവത്സരമാണ്. ആ യോബേൽ സംവത്സരത്തിൽ സകലരും അവൻ്റെ പിതാക്കന്മാർ അവർക്ക് കൊടുത്ത അവകാശത്തിലേക്ക് മടങ്ങിപ്പോകണമെന്ന് ദൈവത്തിൻ്റെ കൽപ്പനയാകുന്നു. അവിടെയാണ് പറയുന്നത്, യഹോവയായ ദൈവം പറയുന്നത്, ഭൂമി എൻ്റേതാണ്, ഞാൻ എൻ്റെ സ്വന്തമാണിത്, നിങ്ങളിവിടെ പരദേശികളാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവമക്കളാകുന്ന നാമും ഇത് ഹൃദയത്തിൽ കൊണ്ടിരിക്കണം. നമ്മളിവിടെ പരദേശികളാണ്. ചില വർഷത്തേക്കും മാത്രമേ നമ്മളിവിടെ ഉണ്ടാകൂ. എത്ര മിടുക്കരാണേലും എത്ര കഴിവുള്ളവരാണേലും ഏതെല്ലാം വിദ്യാഭ്യാസ യോഗ്യതകളുണ്ടായിരുന്നാലും സമൂഹത്തിൽ എത്ര ഉന്നതമായ സ്ഥാനം വഹിച്ചാലും നമുക്കറിയാമല്ലോ, നമുക്ക് മുമ്പേ ഉണ്ടായിരുന്നവരൊക്കെ എങ്ങോട്ടാണ് പോയതെന്ന്. നമ്മളും
മാറ്റപ്പെടും. നമുക്ക് കുറച്ച് സമയമേ ഉള്ളൂ. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നതൊക്കെ നാളെ വേറൊരാൾക്ക് വേണ്ടിയുള്ളതാണ്. ഇന്ന് നമ്മൾ കാണുന്നതൊക്കെ നാളെ മറ്റൊരാൾക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ വചനം സങ്കീർത്തനക്കാരൻ പറയുന്നു, ദൈവത്തോട് പറയുകയാണ്, ദൈവമേ, ഞാൻ പരദേശിയാണെന്ന് ഞാൻ അറിയുന്നുണ്ട്, ഞാൻ പരദേശിയാകുന്നു, നിൻ്റെ കൽപ്പനകളെ എനിക്ക് മറച്ചു വയ്ക്കരുതേ, ദൈവത്തിൻ്റെ കൽപ്പനകളെ വെളിപ്പെടുത്തി തരണമേ എന്ന് സങ്കീർത്തനക്കാരൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അതിന് 22 സങ്കീർത്തനക്കാരൻ ദൈവത്തോട് പറയുകയാണ്, നിന്ദയും അപമാനവും എന്നോട് അകറ്റണമേ, ഞാൻ നിൻ്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, സങ്കീർത്തനക്കാരൻ ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ വചനപ്രകാരം ദൈവത്തെ സ്നേഹിക്കുന്ന, ആരാധിക്കുന്ന സങ്കീർത്തനക്കാരൻ താഴോട്ട് വന്നിട്ട് അവനും ഉണ്ട് നിന്ദയും അപമാനവും. പുള്ളി തന്നെ ഏറ്റു പറയുന്നുണ്ട്, ഞാൻ പരദേശിയാണ്, ഞാൻ നിൻ്റെ കൽപ്പനകൾ എനിക്ക് മറച്ചു വെക്കരുതേ, ഞാൻ നിൻ്റെ കൽപ്പനകളിൽ പ്രമോദിക്കുന്നു. നിനക്ക് സങ്കീർത്തനക്കാരൻ പറഞ്ഞ് താഴോട്ട് വന്നിട്ട് പറയുകയാണ്, നിന്ദയും അപമാനവും എന്നോട് അകറ്റണമേ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സകല വ്യക്തികൾക്കും, പ്രാർത്ഥിക്കുന്നവനും പ്രാർത്ഥിക്കാത്തവനും എല്ലാം നിന്ദയും അപമാനവും ഭൂമിയിലുണ്ടാകും. ദൈവമക്കളാകുന്ന നാം മനസ്സിലാക്കണം, നമുക്ക് വരുന്ന പ്രശ്നങ്ങൾ നമ്മുടെ മാത്രം പ്രശ്നങ്ങളല്ല, അത് ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവർക്കും വരാം. പക്ഷേ ദൈവമക്കൾക്കൊരു വിടുതൽ ദൈവം അതിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. ദൈവമക്കൾക്ക് അതിൽ നിന്നെല്ലാം ഒരു ഉദ്ധാരണം ദൈവമായ കർത്താവ് കൊടുക്കുന്നുണ്ട്. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു, നിന്നെ അപമാനം എന്നോട് അകറ്റണമേ, ഞാൻ നിൻ്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കുന്നു. ദൈവത്തിൻ്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കുന്ന സങ്കീർത്തനക്കാരനും നിന്ദയും അപമാനവും ഉണ്ട് എങ്കിൽ നമുക്കും ഉണ്ടാകും. നമ്മളെ നിന്ദിക്കുന്നവരുണ്ട്. പലപ്പോഴും നമ്മൾ കാണാറില്ല, നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടല്ല അവർ നമ്മളെ നിന്ദിക്കുന്നത്. ഞാനൊരാളോട് കർത്താവിനെ കുറിച്ച് പറഞ്ഞ സമയത്ത്, നിങ്ങൾ മഹാകള്ളന്മാരാന്ന് പറഞ്ഞു, വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല, കള്ളന്മാരാന്ന് പറഞ്ഞു. എന്ത് മോഷ്ടിച്ചിട്ടാ? ഒന്നും മോഷ്ടിച്ചിട്ടൊന്നുമില്ല, അങ്ങ് പറയുകയാണ്. നിന്ദയും അപമാനവും എന്നോട് അകറ്റണമേ എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. കാരണം ജീവിതത്തിൽ നിന്ദയും അപമാനവും കടന്നു വരും. അടുത്ത വാക്യത്തിൽ പറയുന്നു, പ്രഭുക്കന്മാരും ഇരുന്ന് എനിക്ക് വിരോധമായി സംഭാഷിക്കുന്നു. കാരണം എന്താ? ഉന്നതന്മാരായിട്ടുള്ള ആൾക്കാർ, പ്രഭുക്കന്മാരെന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ ഉന്നതന്മാരായിട്ടുള്ള ആൾക്കാരിരുന്ന് ഈ പാവം പിടിച്ച സങ്കീർത്തനക്കാരന് വിരോധമായിട്ട് സംസാരിക്കുന്നു. കാരണം എന്നാ? ഇവൻ കർത്താവിനെ സേവിക്കുന്നു, അതാണ് അതിൻ്റെ കാരണം. പലപ്പോഴും നമുക്കെതിരെ ഇരുന്ന് ഉന്നതന്മാരായിട്ടുള്ള ആൾക്കാർ, കഴിവുള്ളവർ പലപ്പോഴും നമുക്കെതിരായിട്ട് സംസാരിക്കാനുള്ള കാരണം നമ്മൾ ഈ വചനപ്രകാരം നിൽക്കുന്നതുകൊണ്ടാണ്. നമ്മൾ വചനമനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് എതിരാളികൾ ഉണ്ടാകും. നമ്മൾ തെറ്റ് ചെയ്തിട്ടല്ല, നമ്മളവരെ ഉപദ്രവിച്ചിട്ടല്ല, നമ്മുടെ അയൽക്കാരെ ഉപദ്രവിച്ചിട്ടോ മറ്റുള്ളവർക്ക് ദോഷം ചെയ്തിട്ടോ അല്ല. അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു ദുഷ്ടശക്തിയുണ്ട്. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയാണ്, പ്രഭുക്കന്മാരും ഇരുന്ന് എനിക്ക് വിരോധമായി സംഭാഷിക്കുന്നു, എങ്കിലും അടിയൻ നിൻ്റെ ചട്ടങ്ങളെ ധ്യാനിക്കുന്നു. സങ്കീർത്തനക്കാരൻ ഉറപ്പുണ്ട്, ഒരു വിടുതൽ എനിക്കുണ്ട്. നിന്ദയും അപമാനം അവന് കടന്നു വരുന്നുണ്ട്, ബുദ്ധിമുട്ടുകൾ പലതും കടന്നു വരുന്നുണ്ട്. എങ്കിലും സങ്കീർത്തനക്കാരൻ ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്വസിക്കുകയാണ് ചെയ്യുന്നത്, ആശ്രയിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ വചനങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമ്മളും പഠിക്കണം, നമ്മൾ മനസ്സിലാക്കണം, ഏത് പ്രതിസന്ധി കടന്നു വന്നാലും ഞാൻ എൻ്റെ കർത്താവിൽ ഉറച്ച് നിൽക്കും. പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്നു വരാം, ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ കടന്നു വരാം, എന്നാൽ അതിൽ നിന്ന് വിടുവിക്കുന്ന ഒരു കർത്താവ് ജീവിക്കുന്നു. ഒരു മരിച്ചുപോയ ദൈവത്തെയല്ല നമ്മൾ സേവിക്കുന്നത്, ജീവനോടെ ഇരിക്കുന്ന ഒരു കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. ജീവനോടെ ഇരിക്കുന്ന കർത്താവിനെയാണ് നാം വിളിച്ചപേക്ഷിക്കുന്നത്. ഇവിടെ പറയുന്നു, പ്രഭുക്കന്മാരെടുത്ത് സംസാരിക്കട്ടെ, പക്ഷെ ഞാൻ നിൻ്റെ വചനത്തെ ധ്യാനിക്കുന്നു. അതുകൊണ്ട് പ്രഭുക്കന്മാരെ എല്ലാം കർത്താവെ അങ്ങ് നീക്കിക്കളയണേ, ഇവരെയെല്ലാം അങ്ങനെ ചെയ്യണേ ഇങ്ങനെ ചെയ്യണേ എന്നൊന്നുമല്ല സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നത്. സങ്കീർത്തനക്കാരനോട് പറയുകയാണ്, എങ്കിലും ഞാൻ നിൻ്റെ ചട്ടങ്ങളെ ധ്യാനിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളും ഇതുപോലെ ആയിരിക്കണം. നമ്മൾ വായിക്കുന്നതായ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമായി കൊണ്ടുവരണം. സങ്കീർത്തനക്കാരനെ പോലെ നമുക്കെതിരായി പലരുമുണ്ടാകാം, നമ്മളെ കുറ്റപ്പെടുത്തുന്നവർ പലരുമുണ്ടാകാം, നമ്മളെക്കുറിച്ച് മോശമായി പറയുന്നവർ പലരുമുണ്ടാകാം. പക്ഷേ അവരെയൊന്നുമല്ല നമ്മൾ കാണേണ്ടത്. അതിനപ്പുറത്ത് നമ്മളെ സൂക്ഷിക്കുന്ന, പരിപാലിക്കുന്ന, നിലനിർത്തുന്ന ഒരു കർത്താവുണ്ട്. അവൻ നമ്മളെ ഒരു ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടുപോകാൻ വേണ്ടിയാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതിൽ 27-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. നിന്റെ പ്രമാണങ്ങളുടെ വഴി എന്നെ ഗ്രഹിപ്പിക്കണമേ, എന്നാൽ ഞാൻ നിന്റെ അത്ഭുതങ്ങളെ ധ്യാനിക്കും. ആമേൻ. ഇവിടെ വീണ്ടും സങ്കീർത്തനക്കാരൻ ദൈവത്തോട് പറയുകയാണ്, നിന്റെ പ്രമാണങ്ങളുടെ വഴി എന്നെ ഗ്രഹിപ്പിക്കണമേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൻ്റെ വഴി, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വഴികൾ മനസ്സിലാക്കണമെങ്കിൽ ദൈവം തന്നെ നമ്മളോട് ഇടപെടണം. ദൈവം തന്നെ നമ്മളോട് ഇടപെടണമെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിൽ ആ വിഷയം വെച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, നീ എന്നോടൊന്ന് ഇടപെടണമേ, നീ നിൻ്റെ വചനം ഗ്രഹിപ്പാനുള്ള ഒരു ബുദ്ധി എനിക്ക് തരണമേ, അതിനുള്ളൊരു ജ്ഞാനം എനിക്ക് തരണമേ. നമ്മൾ ചുമ്മാതിരുന്ന് കഥ വായിക്കുന്നത് പോലെ ബൈബിൾ വായിച്ചിട്ട് ഒരു കാര്യവുമില്ല.
ബൈബിൾ വായിക്കുന്നതിന് മുമ്പ് നമ്മളൊരു നിമിഷം പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിനോട് ആവശ്യപ്പെടണം, കർത്താവേ നിൻ്റെ വചനം എൻ്റെ ഹൃദയത്തോട് ഇടപെടണമേ, നിൻ്റെ വചനം ഗ്രഹിപ്പാനുള്ളൊരു ബുദ്ധി എനിക്ക് തരണമേ എന്ന്, എൻ്റെ ഹൃദയത്തെ ഒന്ന് തുറക്കണമേ, എൻ്റെ കണ്ണുകളെ ഒന്ന് പ്രകാശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണാത്ത പല കാര്യങ്ങളും നമുക്കതിനകത്ത് കാണുവാനായിട്ട് കഴിയും. ഞാൻ ഈ സങ്കീർത്തനം വായിച്ചതായ സമയത്ത് പല ആവർത്തി വായിച്ചിട്ടും ഇതിനകത്ത് എന്ത് വാക്യത്തെക്കുറിച്ച് എന്ത് സംസാരിക്കുന്നു എനിക്ക് ഒരു പിടിപാടുമില്ലായിരുന്നു. പല ആവർത്തി ഞാൻ വായിച്ചു നോക്കി. എന്നിട്ട് ഞാൻ വിചാരിച്ചു ഇത് വേണ്ട, ഇത് വേറെ സങ്കീർത്തനം ഇതിലെടുത്ത് സംസാരിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ വീണ്ടും എന്നെ ഇതിൽ തന്നെ കൊണ്ടുവന്ന് ഇത് തന്നെ എൻ്റെ മനസ്സിലങ്ങനെ ഉറപ്പായിട്ട് വന്നുകൊണ്ടാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ ഞാൻ ഇന്ന് ഈ സങ്കീർത്തനം നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിങ്ങൾ വായിക്കുവാനും ഇതിനെക്കുറിച്ച് സംസാരിക്കാനും വന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നാം ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നിങ്ങളെല്ലാം ദൈവസന്നിധിയിൽ ഇരിക്കുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്, വചനം ധ്യാനിക്കുന്നവരാണ്, വചനം പഠിക്കുന്നവരാണ്. എന്നാൽ ആ പ്രാർത്ഥനയ്ക്കും ആ വചന ധ്യാനത്തിനും ഇരിക്കുമ്പോൾ കർത്താവിനോട് പറയണം, നിൻ്റെ വചനം എന്നെ ഒന്ന് ഗ്രഹിപ്പിക്കണമേ. ആ വചനം ഒന്ന് ഉള്ളത്തിൽ ഗ്രഹിച്ചെങ്കിൽ മാത്രമേ നമുക്കത് വേറൊരാളോട് ആ കർത്താവിനെക്കുറിച്ച് പറയാനായിട്ട് കഴിയുള്ളൂ. ഇവിടെ പറയുന്നു, നിൻ്റെ പ്രമാണങ്ങളുടെ വഴി എന്നെ ഗ്രഹിപ്പിക്കണമേ, എന്നാൽ ഞാൻ നിൻ്റെ അത്ഭുതങ്ങളെ ധ്യാനിക്കും. സങ്കീർത്തനക്കാരൻ നിരന്തരമായിട്ട് ദൈവസന്നിധിയിൽ ഉറപ്പ് കൊടുക്കുകയാണ്, നീ അങ്ങനെ ചെയ്താൽ ഞാൻ ഇങ്ങനെ ചെയ്തിരിക്കും. നമ്മളും കർത്താവിനോട് പറയണം, കർത്താവേ നീ എന്നെ നടത്തിയാൽ, നീ എന്നെ വഴി നടത്തിയാൽ ഞാൻ നിൻ്റെ വചനം വിട്ട് മാറുകയില്ല. ഞാൻ നിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് ജീവിക്കും, ഞാൻ നിൻ്റെ വചനത്തെ അനുസരിച്ച് ജീവിക്കുന്ന നിരന്തരം നമ്മൾ കർത്താവിനോട് ഉടമ്പടി ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ പല വീഴ്ചകൾ സംഭവിക്കാം, പല കുറവുകൾ സംഭവിക്കാം. അതൊക്കെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചിട്ട് കർത്താവേ ഇന്ന വിഷയത്തിൽ എനിക്ക് വീഴ്ച സംഭവിച്ചു, കർത്താവേ നീ എന്നെ ശുദ്ധീകരിക്കണമേ, ഇനി ഞാൻ മുന്നോട്ട് നിൻ്റെ വചനപ്രകാരം ജീവിക്കും. അത് ഓരോ ദിവസവും നമുക്ക് മാനസാന്തരം ഉണ്ടാകണം. ഓരോ ദിവസവും നമ്മൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മളെ ഏൽപ്പിക്കണം. കർത്താവേ നീ എന്നെ ഉപയോഗിക്കണമേ. നമ്മൾ കേവലം കുറേ വർഷം ഇവിടെ ജീവിച്ചിട്ട് മരിച്ചു മൺമറിഞ്ഞ് പോകാൻ വേണ്ടിയല്ല കർത്താവ് നമ്മളെ ആക്കിയിരിക്കുന്നത്. അവൻ നമ്മളെ തിരഞ്ഞെടുത്തതാണ്. കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തതാണ്, നമ്മൾ കർത്താവിനെ തിരഞ്ഞെടുത്തല്ല. ആ തിരഞ്ഞെടുത്ത കർത്താവിന് നമ്മളെക്കുറിച്ച് ലക്ഷ്യമുണ്ട്. ഒത്തിരി പേരുണ്ടെങ്കിൽ ഒരു തിരഞ്ഞെടുപ്പ് വരുന്നുള്ളൂ. ഒന്നേ ഉള്ളെങ്കിൽ തിരഞ്ഞെടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അനേകരിൽ നിന്ന് നമ്മളെ കർത്താവ് തിരഞ്ഞെടുത്തു. ആ തിരഞ്ഞെടുത്തതിന് ദൈവത്തിനൊരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസ് എന്താണെന്നുള്ളത് നമ്മൾ കർത്താവിനോട് ചോദിക്കണം. കർത്താവെ എന്നെക്കുറിച്ചുള്ള നിൻ്റെ ലക്ഷ്യം എന്താണ് നീ എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് കർത്താവെ, എന്നെ അതിലേക്ക് നയിക്കണമേ എന്ന് നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ കർത്താവ് നമ്മളെ തീർച്ചയായിട്ടും തൻ്റെ കരങ്ങളിൽ ഉപയോഗിക്കുക. അതിൻ്റെ അവസാനത്തെ വാക്യം ഒന്ന് വായിക്കാം, 32-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. നീ എൻ്റെ ഹൃദയത്തെ വിശാലമാക്കുമ്പോൾ ഞാൻ നിൻ്റെ കൽപ്പനകളുടെ വഴിയിൽ ഓടും. ആമേൻ. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയാണ്, നീ എൻ്റെ ഹൃദയത്തെ ഒന്ന് വിശാലമാക്കണം. എൻ്റെ ഹൃദയത്തെ നീ ഒന്ന് വിശാലമാക്കുമ്പോൾ ഞാൻ നിൻ്റെ കൽപ്പനകളുടെ വഴിയിൽ ഓടും. തൻ്റെ തീരുമാനം പറയുകയാണ്. നീ എൻ്റെ ഹൃദയത്തെ ഒന്ന് വിശാലമാക്കുകയാണെങ്കിൽ നിൻ്റെ വചനത്തിൽ, നിൻ്റെ കൽപ്പനകളിൽ, നിൻ്റെ വഴികളിലൂടെ തന്നെയായിരിക്കും എൻ്റെ ഓട്ടം. പ്രിയപ്പെട്ട ദൈവമക്കൾ, ഇത് തന്നെയായിരിക്കണം നമ്മുടെയും പ്രാർത്ഥന. കർത്താവെ നീ എന്നെ അനുഗ്രഹിക്കുന്നുവെങ്കിൽ, നീ എന്നെ വഴി നടത്തുന്നുവെങ്കിൽ, നീ എൻ്റെ ഹൃദയത്തെ വിശാലമാക്കി നിൻ്റെ കൽപ്പനകളുടെ വഴിയിൽ ഓടുവാൻ വേണ്ടി എന്നെ സഹായിക്കണമെന്ന് നമുക്കും കർത്താവിനോട് പ്രാർത്ഥിക്കും. ഒരു വാക്യം വായിക്കാം, 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം. ആമേൻ. ഇവിടെ ദൈവത്തിൻ്റെ ദാസൻ പറയുന്നു, ഞങ്ങളുടെ ഹൃദയം വിശാലമായിരിക്കുന്നു. ദൈവമക്കളാകുന്ന നമ്മളുടെ ഹൃദയം ഇടുങ്ങിയിരിക്കാൻ പാടില്ല. നമ്മുടെ ഹൃദയം ഇടുങ്ങിയിരിക്കാൻ പാടില്ല. നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കണം, ദൈവമേ നീ എൻ്റെ ഹൃദയത്തെ ഒന്ന് വിശാലമാക്കണമേ, കാണേണ്ടതുപോലെ കാണുവാനുള്ള കൃപ എനിക്ക് തരണമേ, എൻ്റെ ഹൃദയത്തെ നീ ഒന്ന് വിശാലമാക്കി നിൻ്റെ കൽപ്പനകളിൽ ഓടുവാൻ ദൈവമായ കർത്താവെ നീ എന്നെ സഹായിക്കണമേ എന്ന് ദൈവമക്കളെ നമുക്ക് നിരന്തരം ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമുക്ക് ദൈവസ്ഥലിൽ കണ്ണുകളെ അടയ്ക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായ വിശുദ്ധ ദിവസത്തിനായി സ്തോത്രം. കർത്താവെ നിൻ്റെ സന്നിധിയിലായിരിക്കാൻ, തിരുനാമത്തെ വാഴ്ത്തുവാൻ, നല്ല പാട്ടുകൾ പാടി നിന്നെ ആരാധിപ്പാൻ, നിന്നെ സ്തുതിപ്പാൻ ഒരു ദിവസം കൂടി നീ ദാനം തന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, നിൻ്റെ പരിശുദ്ധ കരങ്ങളിൽ അടിയങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവേ, നിൻ്റെ വചനപ്രകാരം ജീവിപ്പാൻ, കർത്താവേ നിൻ്റെ കൽപ്പനകളിൽ ജീവിപ്പാൻ, ഹല്ലേലൂയ, അടിയങ്ങളുടെ കണ്ണുകളെ നീ തുറക്കണമേ കർത്താവേ, നിൻ്റെ ന്യായപ്രമാണത്തിൽ അത്ഭുതങ്ങളെ കാണുവാനുള്ള കൃപ അടിയങ്ങൾക്ക് പകരണമേ കർത്താവേ, വചനപ്രകാരം ജീവിപ്പാൻ നിൻ്റെ മക്കളാകുന്ന അടിയങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കുകയും ഒരുക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, വരും ദിവസങ്ങളിൽ നിൻ്റെ കൃപയിൽ അടിയങ്ങളെ നയിക്കണം, പരിപാലിക്കണം. തന്ന നല്ല സമയത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ.